പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. രാവിലെ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ സാധിച്ചു. സൂറോ മലബാർ കുർബാന അതിൽ പങ്കെടുത്തു. ഒരുപാട് സന്തോഷത്തോടെ ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ഇന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനൊരു ചിന്ത വരിക. നമുക്കറിയാമല്ലോ, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ 31 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുന്നത് അന്ത്യവിധിയെ പറ്റിയാണ്. കർത്താവ് തൻ്റെ സകല പ്രതാപത്തോടും കൂടി വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുന്നു. മനുഷ്യവർഗം മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ കൂട്ടപ്പെടുന്നു. ഇടയൻ കോലാടുകളെ അതിനുവേണ്ടി അങ്ങനെ സകല ജനവും കർത്താവിൻ്റെ മുൻപിൽ കൂട്ടപ്പെടുമ്പോൾ അതിൻ്റെ മൂലയ്ക്കൊരു കൂട്ടർ കാണും. അവർ ചെയ്യാൻ പോണ ഒരൊറ്റ കാര്യം ഇതായിരിക്കും: ഈശോയ്ക്കെതിരെ അവർ സിന്ദാബ വിളിക്കാൻ തുടങ്ങും. ഈശോയ്ക്കെതിരെ ഭയങ്കര രസമായിരിക്കും, വലിയ കോമഡി ഷോ ആയിരിക്കും അവിടെ. ഈശോയ്ക്കെതിരെ ഭയങ്കരമായിട്ട് സിന്ദാബ വിളിക്കും. സിന്ദാബ വിളിക്കുന്നത് ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ഇവിടെ വേണ്ട, ഭൂമിയിലെ കാനൂൻ നിയമം ഞങ്ങൾ അനുസരിച്ചിട്ടില്ല, പിന്നാണോ ഇവിടെ ഈ ഒറ്റയ്ക്ക് നിന്ന് വിധിക്കാൻ പോണത്, എന്ത് വിധി വന്നാലും ഞങ്ങളത് സ്വീകരിക്കില്ല. ഭയങ്കര രസമായിരിക്കും. അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികരൊക്കെ ഉണ്ടാവും. നമ്മുടെ അൽമായ സഹോദരങ്ങളുടെ ലീഡർമാരൊക്കെ ഇങ്ങനെ മീശയും പിരിച്ചൊക്കെ നിൽക്കുന്ന കാണാം. അവരെല്ലാം കൂടെ പറയും, കർത്താവെ വെറുതെ തോന്നിവാസം കാണിക്കരുത്. ഞങ്ങൾ ബിഷപ്പന്മാരെ ഹൈജാക്ക് ചെയ്ത് ഞങ്ങളുടെ ബിഷപ്പായ തട്ടിൽ പിതാവിനെയും പമ്പ്ളാനി പിതാവിനെയും ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ വഴിക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് എന്തുമാത്രം കഷ്ടപ്പെട്ടാണെന്നറിയാമോ? അങ്ങനെയാണ് ഞങ്ങൾ വിമതരായത്. പിന്നെ നിൻ്റെ മുന്നിൽ ഇപ്പോൾ വന്ന് ഞങ്ങൾ നിൽക്കുന്നു. തോന്നിവാസം പിടിച്ച വിധി വല്ലതും വന്നാൽ നീ വിവരം അറിയും. അവരിന്ന് പറഞ്ഞേക്കുന്നത് കാഷ്വാലിറ്റി ഉണ്ടാകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അടിപിടി കോലാഹലങ്ങളുണ്ടായി മുറിവും ചതവും ജീവഹാനിയും ഒക്കെ സംഭവിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 19-ാം തീയതി തീരുമാനം മറിച്ചെടുത്താൽ അത് മിശിഹാ തമ്പുരാനാണല്ലോ അങ്ങനെ സംഭവിക്കുന്നേ. അന്ത്യവിധിയിൽ ഇവർ സിന്ദാബ വിളിച്ചുകൊണ്ട് നിന്ന് ഈശോയ്ക്കെതിരെ ശക്തമായ തരത്തിൽ ഇവർ പ്രതിഷേധമുയർത്തി. ഞങ്ങൾ ഭൂമിയിൽ അങ്ങനെ ആയിരുന്നു, ഭൂമിയിലെ ഫലം വായിക്കാനല്ലേ ചെല്ലുന്നത്. മരണാനന്തര ജീവിതത്തിൻ്റെ പ്രത്യാശയിൽ ജീവിക്കേണ്ട ജനം അങ്ങനെയുള്ള അതിനുവേണ്ടി നയിക്കപ്പെടേണ്ട പിതാക്കന്മാരെ ഹൈജാക്ക് ചെയ്തിട്ട് അവരെ തങ്ങളുടെ വരുതിയിലാക്കി കുറേ അന്ധകാരത്തിൻ്റെ മക്കളായ പുരോഹിതർ. 100% അങ്ങനെയാണ്. അന്ധകാരമല്ലെങ്കിൽ ഇങ്ങനൊന്നും പറയാനൊക്കത്തില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് തറയ്ക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കിടന്ന് ചീത്തവിളിയും ബഹളവും ഒക്കത്തിലിടാന്നും പറഞ്ഞ് ഇറങ്ങി ഓടുകയൊന്നും ചെയ്തില്ല. ആ മിശിഹാ തമ്പുരാനെ മുന്നിൽ നിർത്തി ആണ് ഈ കത്തോലിക്കാ സഭ മുന്നോട്ട് പോകുന്നത്. ആ ഈശോയുടെ സ്നേഹം ഈ നാട്ടിൽ കൊണ്ടുവന്ന് തന്നത് തോമസ് ലീഹയാണ്. അദ്ദേഹവും ഇവിടെ രക്തസാക്ഷിത്വം വരിച്ച് സ്വർഗത്തിലുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള യേശുവിനെയും വിശുദ്ധാത്മാക്കളെയും ഒക്കെ അവരുടെയൊക്കെ മുന്നിൽ വെച്ച് ഇത്രയും തൻ്റെ ഇടത്തോടെ പറയും, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന 5 പിതാക്കന്മാർ വേറെയുണ്ട്. ഇപ്പോൾ തട്ടിൽ പിതാവിനെയും പമ്പ്ളാനി പിതാവിനെയും ഞങ്ങൾ വരുതിയിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് പോലെ ഈ സഭയെ കൊണ്ടുപോയില്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇവർ കർത്താവിനോടും പറയും, ഞങ്ങൾ പറയുന്ന കണക്ക് വിധിച്ചില്ലെങ്കിൽ ഞങ്ങളോട് തോന്നിവാസം വർത്താനം പറഞ്ഞാൽ കർത്താവെ നിന്നെ ഒരു നടക്ക് വിടത്തില്ല. ഭൂമിയിൽ വെച്ച് നിനക്ക് കിട്ടിയില്ലേ, അത് ഇപ്പോഴും ഞങ്ങൾ നിങ്ങൾക്ക് തരും എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ വെല്ലുവിളിക്കുകയും സിന്ദാബ വിളിക്കുകയും പറഞ്ഞു. ഞങ്ങൾ ബസലിക്കായുടെ ഗേറ്റും പള്ളിയൊക്കെ തല്ലിപ്പൊട്ടിച്ച പുള്ളികളാണ്. പുരോഹിതരെ അടിച്ചതാ, നിനക്ക് ഓർമ്മ വേണം. ഞങ്ങളുടെ കയ്യിരിപ്പ് ഗുണമല്ലെന്ന് നിനക്കറിയാമല്ലോ. പുരോഹിതരെ അടിച്ചതാ. അതുപോലെ തന്നെ മൂത്രപ്പുരയുടെ മുമ്പിൽ കുർബാനയിൽ പുരോഹിതരുണ്ട്, ഞങ്ങളുടെ കൂടെ സമരം ചെയ്ത പുരോഹിതരുണ്ട്, അനുസരണക്കേട് കാണിച്ച പുരോഹിതരുണ്ട്, കൊള്ളക്കാരായ പുരോഹിതരുണ്ട്. കാരണം ഏത് വിധിയെയും മാനിക്കാത്ത ഞങ്ങളോട് ഈ തോന്നിവാസം വിധിയും കൊണ്ട് വന്നാൽ നിന്നെ ഒരു നടക്ക് ഞങ്ങൾ വിടുകയില്ല. ഭയങ്കര രസമായിരിക്കും. അന്ന് ലോകത്തുള്ള സകല മനുഷ്യൻ മരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്ന വിധി നടക്കുന്നതിന് മുമ്പ് ഭയങ്കര ഒരു കോമഡി ഷോ ഇവർ നടത്തും. അതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. 19-ാം തീയതി മീറ്റിങ്ങിൽ അവർക്ക് അനുകൂലമല്ലെങ്കിൽ ഞങ്ങൾ വിവരം അറിയിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കാൻ, പ്രത്യേകിച്ച് ഈ 19-ാം തീയതി മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ
ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.